പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 6-ാം തീയതി കർത്താവിൻ്റെ രൂപാന്തരണ തിരുനാൾ സഭ കൊണ്ടാടുകയാണ്. നമുക്കറിയാമല്ലോ ആ സംഭവം. ഇന്ന് താബോർ മലമുകളിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ട് ഈശോയുടെ കൂടെ മോശയും ഏലിയായും ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട 3 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. വലിയ ഒരു പ്രാഭവത്തോടുകൂടെ ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈശോ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് എന്നിട്ട് തൻ്റെ ആ സ്വർഗീയ മഹത്വം, ദൈവത്തിനടുത്ത തേജസ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് താബോർ മല മുകളിൽ വെച്ചിട്ടാണ്. നമുക്ക് ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ കുർബാന സമയത്ത് ഇത് രൂപാന്തരണത്തിനെ പറയുക ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയാം. ഇന്ന് കുർബാനയിൽ സംഭവിക്കുന്നത് ട്രാൻസബ്സ്റ്റാൻസിയേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം വന്ന് നിറയുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ ഉന്നതമായ തിരുക്കർമ്മത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ആ ശിഷ്യന്മാർക്കുണ്ടായ അതേ അനുഭവം, ഒരു സ്വർഗീയ അനുഭവം, ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന അനുഭവം, അതുണ്ടാകാൻ വേണ്ടി, നമ്മുടെ വിശ്വാസം ഇങ്ങനെ ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് മനസ്തപിച്ച് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജരേ. സർവൈക ശക്തനാം ദൈവമേ, നാദരമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവ സൂനുവേ, കർത്താവം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിയന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനിയന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിലുണ്ടേടൂ, ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവി തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങു തനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേകജാതന്റെ മഹത്വപൂർണമായ രൂപാന്തരണത്തിൽ വിശ്വാസരഹസ്യങ്ങൾ പൂർവപിതാക്കന്മാരുടെ സാക്ഷ്യത്താൽ അങ്ങ് സ്ഥിരീകരിക്കുകയും സമ്പൂർണ്ണ ദത്തുപുത്രസ്ഥാനം വിസ്മയകരമായി സൂചിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ പ്രിയപുത്രൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവിടുത്തെ കൂട്ടവകാശികളായി ഭവിക്കുവാൻ അങ്ങേ ദാസരായ ഞങ്ങൾക്കും അർഹത നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
ഒന്നാം വായന ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ. തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം. അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവൻ്റെ മുൻപിൽ നിന്നു. ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടനായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതി പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. എല്ലാ ദേവന്മാരെക്കാൾ ഉന്നതനാണ്. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. രണ്ടാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്കുകൾ ഗുരുവായി ശ്രദ്ധിച്ചാലും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് നിങ്ങൾ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്തത് കൽപ്പിത കഥകൾ വിശ്വസിച്ചതുകൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃസാക്ഷികളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രഭാതത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നു. സ്വർഗ്ഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിരികയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം എന്ന പോലെ പ്രവാചക വചനം നിങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിനാണ്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന് ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന്
അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, വെസ്റ്റേൺ ചർച്ചിൽ, അതായത് റോമൻ കത്തോലിക്ക സഭയിൽ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് കർത്താവിൻ്റെ രൂപാന്തരണ തിരുനാൾ. ഇത് 1456 കല്ലിസ്റ്റസ് പാപ്പയാണ്, കല്ലിസ്റ്റസ് 3-ാമൻ പാപ്പയാണ്. അദ്ദേഹമാണ് ഇത് അങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കിയത്. ഓഗസ്റ്റ് 6-ാം തീയതി കർത്താവിൻ്റെ രൂപാന്തരണ തിരുനാൾ. അതിന് ഇംഗ്ലീഷിൽ പറയുക ട്രാൻസ്ഫിഗറേഷൻ എന്നാണ് പറയുക. ട്രാൻസ്ഫിഗറേഷൻ, അതായത് രൂപത്തിന് മാറ്റം വരിക. അപ്പോൾ ഇത് ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ലൂക്കായുടെ സുവിശേഷം 9-29 വാക്യമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫിഗറേഷൻ, കുർബാനയിൽ നടക്കുന്ന ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, ഇത് നമ്മിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം. അല്ല, നമ്മളൊരു ഫോർമേഷനിലാണല്ലോ, കത്തോലിക്ക വിശ്വാസ പരിശീലനത്തിലാണല്ലോ, അത് മരണം വരെ നീണ്ടുപോകുന്ന പരിശീലനം. അതിന് ഈ കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ, കർത്താവിനൊരു മാറ്റമുണ്ടായത്, കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന കർത്താവ് അങ്ങനെ ആ സ്വർഗീയ പ്രാഭവത്തിലേക്ക് കുറച്ചു നേരം അങ്ങനെ മാറ്റപ്പെട്ടതും, അത് നമ്മളും അങ്ങനെ മാറണം എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. അതിനാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മുഖഭാവം മാറി. ഇത് മാമോദീസ കൊടുക്കുന്ന സമയത്ത്, കർത്താവിന് സ്നാപയോഹന്നാൻ മാമോദീസ കൊടുക്കുന്ന സമയത്തും അവിടെയും ലൂക്കായുടെ സുവിശേഷം 3-21 വാക്യത്തിൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മളിന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ, ഈ കുർബാനയിലെ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതിനെയൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മിൽ നല്ലൊരു മാറ്റം വരണം. മാറ്റത്തിന് വേണ്ട ഒരു അടിസ്ഥാന ഘടകമാണ് പ്രാർത്ഥന. പ്രാർത്ഥന നമ്മളിങ്ങനെ കുറേ ചൊല്ലിക്കൂട്ടുന്നതല്ല, നമ്മൾ കർത്താവുമായിട്ട് ഏകാഗ്രതയിൽ കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് വരുന്നതാണ്. ഈശോ പ്രാർത്ഥിച്ചത് ദൈവപിതാവിനോടല്ലേ, അപ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റണം, അത് സാധിക്കണം. കർത്താവിൻ്റെ സ്വരം കേൾക്കാത്ത പ്രാർത്ഥന വെറുതെ അധര വ്യായാമമായിരിക്കാം. അപ്പോൾ പ്രാർത്ഥന, ഈ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ട പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തിന് വലിയ വ്യത്യാസമുണ്ടായി. അത് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായമാണ്. 34-ാം അധ്യായം. അങ്ങനെ മോശ 28-ാമത്തെ വാക്യത്തിൽ മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ ചെലവഴിച്ചു. കർത്താവിനോടുകൂടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ അവൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അപ്പോൾ 40 ദിവസമാണ് ഈ മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം ഭയങ്കര തേജോമയമായി കാണപ്പെട്ടു. അത് വീണ്ടും 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. വീണ്ടും 35-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു, മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. അപ്പം ഇവിടെ
ഇങ്ങനെ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖഭാവം മാറി എന്ന് പറയാം, മുഖഭാവം മാറി. അപ്പോൾ അങ്ങനെ ഒരു തേജസ്, ഒരു പ്രകാശം, അത് പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതം, അത് ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമുക്ക് ഈ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന കൊണ്ട് മാത്രം നാം തൃപ്തരായാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകില്ല. ദൈവമായിട്ട് സംസാരിക്കുന്ന വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് തന്നെ ഞാൻ എന്തോ ദൈവത്തോട് സംസാരിച്ചു, ദൈവം എന്നോട് എന്തോ പറഞ്ഞു എന്നൊക്കെയുള്ളൊരു അനുഭവം ഉണ്ടാകുക. അല്ലെങ്കിൽ നമ്മൾ തീർക്കാൻ വേണ്ടി ചൊല്ലിക്കൂട്ടുന്നത് പോലെയാകും, തീർക്കാൻ വേണ്ടി ചൊല്ലിക്കൂട്ടുന്നത്. അങ്ങനെയാണ് പലപ്പോഴും കുടുംബ പ്രാർത്ഥനകൾ അവസാനിക്കുക. പിന്നെ മറ്റൊരു പ്രാർത്ഥന ആരെങ്കിലും വ്യക്തിപരമായിട്ട് നടത്തുന്നുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു ചിന്ത, ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് ലൂക്കായുടെ സുവിശേഷം 9:31, അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പം മോശ പഴയ നിയമത്തിലെ നിയമങ്ങളുടെ വക്താവാണ്, എന്നാൽ ഏലിയ പ്രവചനങ്ങളുടെ വക്താവാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി വരുമ്പോൾ പഴയ നിയമം അതിൻ്റെ പ്രതിനിധികളായി, ഇനി ഈശോ അത് പുതിയ നിയമത്തിൻ്റെ വക്താവാണ്. അപ്പോൾ ഇത് എല്ലാ ഉടമ്പടി ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ പഴയത് അത് പുതിയതിൽ വന്ന് ഈശോ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ച് ഈശോ വന്നത് നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരണത്തിന് കുറച്ച് മുൻപുള്ള സംഭവമാണ് ഈശോയുടെ രൂപാന്തരണം. അപ്പോൾ ഇവർ ഈശോയ്ക്ക് ജെറൂസലേമിൽ സംഭവിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അത് നീ ഇതുവരെ നന്നായിട്ട് ചെയ്തു, തുടർന്ന് മുന്നോട്ട് പോവുക, മരണമാണല്ലോ നമ്മുടെ ലക്ഷ്യം, അപ്പം നീ തുടർന്ന് മുന്നോട്ട് പോവുക. അങ്ങനെ ഇവർ രണ്ടുപേരും സ്വർഗവും ഈശോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യ. അപ്പോൾ നമ്മൾ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ചെന്നിട്ട് മകനെ നന്നായിട്ട് പഠിക്കുക, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് ദൈവപിതാവ് അങ്ങനെ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചിട്ട് അങ്ങനെ കൈവിട്ട് കളഞ്ഞില്ല. ഈശോയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ദൈവപിതാവ്. അതാണ് മാമോദീസ വേളയിലും സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായത്, താബോർ മലയിലും സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായത്, അത് ദൈവത്തിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ ഈശോയ്ക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ലഭിച്ചെങ്കിൽ നമ്മൾക്കും അങ്ങനെ ഒരു ദൈവികമായ ഒരു സപ്പോർട്ട് വേണം. നമ്മളും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്, ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. ഇല്ല, എല്ലാവർക്കും ഓരോ ദൗത്യമുണ്ട്. കുടുംബജീവൻ നയിക്കുന്നവർക്കാണെങ്കിൽ സൃഷ്ടികർമ്മത്തിൽ ദൈവം പങ്കുചേർത്ത് അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം. ദൈവം കൂടെ ഇല്ലെന്ന് തോന്നിയാൽ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പം ദൈവം കൂടെ ഉണ്ടെന്നുള്ള തോന്നലും അനുഭവം നമുക്കുണ്ടാകണം. അത് പ്രാർത്ഥനയിലാണ് നമുക്ക് കിട്ടുക. അത് ഈശോയ്ക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഈശോയ്ക്ക് എന്നല്ല, ഈശോ ഉഷാറായി കുറച്ചുകൂടി മുന്നോട്ട് ധൈര്യത്തോടുകൂടെ പോകാനായിട്ടുള്ള ഒരു മനക്കരുത്ത് ഈശോയ്ക്ക് ലഭിച്ചു. അല്ലെങ്കിൽ ആ ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ തകർന്ന് മരിച്ചു പോയേനെ. കാരണം രക്തധമനികൾ പൊട്ടി രക്തം വിയർക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനുണ്ടാകുക എന്ന് പറഞ്ഞത് അത് അതിഘോരമാണ്. അപ്പം അതിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഈശോയെ സ്വർഗമൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്ക് സ്വർഗത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണം. തുടർന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കും ഉണ്ടാകട്ടെ. ഇനിയും അപ്പോൾ മാമോദീസ വേളയിലും ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെയായിരുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. രൂപാന്തരണ സമയത്ത് പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. നമ്മോട് പറയണം ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. നമ്മോടുകൂടി പറയുന്നൊരു കാര്യമാണ്. ഇനി ഇവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഇവൻ ദൈവം അയച്ചവനാണ്, ഇവൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടവനാണ്, ഇവനെ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാം, ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ട്. എപ്പോഴും ഈശോ സ്വയം അഭിമാനത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിതാവുമായി ഗാഠബന്ധത്തിലാണ്. ഈശോ എപ്പോഴും പറഞ്ഞിട്ടുണ്ടത്. അങ്ങനെ ദേവാലയത്തിൽ കാണാതെ പോകുമ്പോൾ അവരന്വേഷിച്ച് തിരിച്ചു വരുമ്പോൾ ഈശോ പറഞ്ഞെന്താ, ഞാൻ എൻ്റെ പിതാവുമായി വ്യാപൃതനായിരിക്കേണ്ടതാണ്, നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഈശോ എപ്പോഴും ഈശോയ്ക്ക് ഒരു അഭിമാന ബോധമുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് എന്ന്. നമുക്കത് അഭിമാനം ഉണ്ടാകണം. സഭയോട് ചേർന്ന് നിൽക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നൊരു അഭിമാനം നമുക്കും ഉണ്ടാകണം. ഈശോയ്ക്ക് അങ്ങനെ ഒരു അഭിമാനം എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ട്
പള്ളിയിലൊന്നും പോകാതെ വിവാഹേതര ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് പാപമൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അഭിമാനം ഉണ്ടാകുക? ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന അഭിമാനം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുക? ദുരാചാരങ്ങൾ ചെയ്ത് ചരട് കെട്ടിയും താക്കോല് പൂട്ടിയും തൂവാല കെട്ടിയും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ദുരാചാരങ്ങളിൽപ്പെട്ട് കുറച്ചു നേരം കർത്താവിലുള്ള ആശ്രയം വിട്ടിട്ട് മറ്റു പല ലൊടുക്ക് കാര്യങ്ങളിലേക്ക് ആശ്രയം വെക്കാൻ പോയാൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ മകനാണെന്ന് നമുക്ക് എങ്ങനെ സ്വയം അഭിമാനിക്കാൻ പറ്റും? അതാണ്. അപ്പം ഈശോയ്ക്ക് എപ്പോഴും സ്വയം ഒരു അഭിമാനം ഉണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണെന്ന്. മാത്രമല്ല സ്വർഗം അംഗീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. സ്വർഗവും കൂടി അംഗീകരിച്ചു. ഈശോയ്ക്ക് മാത്രമുണ്ടായിരുന്ന അഭിമാനം മാത്രമല്ലാതെ സ്വർഗവും കൂടി പറഞ്ഞു കൊടുത്തു, നീ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ. അതാണ് നമ്മൾ ഈ നമ്മുടെ നടപ്പും ജീവിതമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വർഗം പറയുമോ? സ്വർഗം പറയുമോ? നമ്മൾ നല്ല ബെസ്റ്റായിട്ടാണ് പോകുന്നതെന്ന് സ്വർഗം പറയുമോ? അതാണ്, സ്വർഗത്തെ കൊണ്ട് പറയിപ്പിച്ചവനാണ് ഈശോ. അത് നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് അങ്ങനൊരു മാറ്റം നമുക്കുണ്ടാകണം. അപ്പം ട്രാൻസ്ഫിഗറേഷൻ, ഫിഗറിൽ മാറ്റം വരിക. ഈ അപ്പത്തിലേക്ക് ഈശോ കടന്നു വരുന്നത് അതാണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, സബ്സ്റ്റൻസിലെ മാറ്റം വരിക. ഇതെല്ലാം ചെയ്തത് എന്തിനാ? ട്രാൻസ്ഫിഗറേഷൻ കാണിച്ചത് എന്തിനാ? ട്രാൻസബ്സ്റ്റാൻസിയേഷൻ കാണിക്കുന്നത് എന്തിനാ? കുർബാനയിൽ എന്തിനാ? നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു മാറ്റമില്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമല്ലേ? ട്രാൻസ്ഫിഗറേഷൻ, ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് ഇടയ്ക്കൊരിക്കൽ ഈശോ തൻ്റെ പ്രാഭവം കാണിച്ചു തരുന്നു. ഒരപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എത്രയോ പേർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അനുഭവം ഉണ്ടായി. ഒരു അപ്പത്തിലേക്ക് ഈശോ തന്നെ ഇറക്കി വെക്കുന്ന ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടി. ഇപ്പം മാറ്റമുണ്ടായില്ലെങ്കിൽ ഈശോ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ? മക്കൾക്ക് വേണ്ടി പണം മുടക്കി പഠിക്കാൻ വേണ്ടി മക്കൾ പഠിച്ചില്ല, ഉഴപ്പി നടന്നു, എന്നിട്ട് വലിയ മാർക്കൊന്നുമില്ല, അപ്പന് സങ്കടമാകിയാല്. പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ്റെ വാക്ക് ശ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് ഈശോ നമ്മളോട് പറഞ്ഞെന്താ? ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നിട്ട് ഞായറാഴ്ച ആചരിക്കാതെയും കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടന്നു കഴിഞ്ഞാൽ ദൈവപിതാവാണ് പറഞ്ഞത് ഇവനെ വാക്ക് കേൾക്കുവിൻ, ഇവൻ അനുസരിക്കുവിനെന്ന്. എന്നിട്ട് ആ പുത്രനെ അനുസരിക്കാതെ നടന്നാൽ നമ്മിൽ മാറ്റമുണ്ടോ? നമുക്കതുകൊണ്ട് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചോദിക്കാം. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. ഒന്ന് പാടി പ്രാർത്ഥിക്കെങ്കിലും ചെയ്യുക. മാറ്റം ഉണ്ടാകുമോ ഇല്ലെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഒന്ന് ചേർന്ന് പാടിക്കാം. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. 3-ാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട് അങ്ങനെ തന്നിലൊരു മാറ്റം വരുത്തി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയത്തക്ക വിധത്തിൽ മാറി ദൈവത്തിന് വേണ്ടി പിന്നെ ഒരിക്കലും പിശാചിന് വേണ്ടി വഴിമാറിക്കൊടുക്കാതെ ദൈവത്തോട് തന്നെ നിന്ന പരിശുദ്ധ മറിയമേ, കുരിശിൻ്റെ ചുവട് വരെ പോയി ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി ഈശോയെ ആരാധിച്ച പരിശുദ്ധ മറിയമേ, ഈ വിശ്വാസത്തിൽ ഒരിക്കലും മാറ്റം വരാതെ അവസാനം വരെ നിലകൊള്ളാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാദാ, സർവമും ആൾക്കാരിൽ
കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കും ദേവ സമ്മോദമായി സ്നേഹപൂർവ്വം നൈവുണ്ടു നാദ സർവമും ആൾക്കാരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കും ദേവ സമ്മോദമായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാണിക്കകൾ അങ്ങേ ഗജാതന്റെ മഹത്വമേറിയ രൂപാന്തരണത്താൽ പവിത്രീകരിക്കുകയും അവിടുത്തെ പ്രഭാപൂരത്താൽ പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാക്ഷികളുടെ മുൻപാകെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും മറ്റു മനുഷ്യരോടുകൂടെ പൊതുവായ ശരീരപ്രകൃതിയെ മഹാതേജസ്സാൽ നിറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് കുരിശിൻ്റെ ഇടർച്ച നീക്കുകയും സഭയുടെ ശിരസിൽ വിസ്മയനീയമായി തിളങ്ങി വിളങ്ങുന്നത് സഭാഗാത്രം മുഴുവനിലും പൂർത്തീകരിക്കപ്പെടുമെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞുമതിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ
ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, എങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി,
എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ തേജസ് മഹത്വപൂർണമായ രൂപാന്തരണത്തിൽ വെളിപ്പെടുത്താൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഞങ്ങൾ സ്വീകരിച്ച സ്വർഗീയ ഭോജനം അവിടുത്തെ സാദൃശ്യത്തിലേക്ക് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.